ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിരിക്കണമെന്ന് വിചാരിക്കണം. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് കൊപ്രയില്ലേ, തേങ്ങ, അത് കൊട്ടത്തേങ്ങ എന്നൊക്കെ പറയില്ലേ, അത് കുറച്ച് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരിനോടത്ത് പൊതിച്ചപ്പോൾ ആ സംഭവം കൊട്ടത്തേങ്ങയായി പോയി. അപ്പോൾ നമുക്കത് ആരും കൊണ്ട് ചമ്മന്തി അരയ്ക്കാറുണ്ട്. ചുട്ടരച്ച ചമ്മന്തി ഇട്ടാൽ നമുക്ക് എന്താ പറയുക, വെള്ളം വെച്ചതാണ് സത്യത്തിൽ, കുടിക്കാനുള്ള വെള്ളം വെച്ചതാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ തീ നല്ല കനൽ കണ്ടപ്പോൾ ചുടാൻ തോന്നിയിട്ട് അങ്ങനെ ചുട്ടതാണ്. അപ്പോൾ അതും കൊണ്ട് നമുക്കൊരു ചമ്മന്തി, എന്താ പറയുക, ഒരു സൂപ്പർ സാധനം നമുക്ക് ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കിയവരുണ്ടാവും, അരച്ചവരുണ്ടാവും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചുട്ടരച്ചിട്ട് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഒരുവിധം ഒരുപാട് കരിയാണ്ടൊക്കെ ഒരു പാകത്തിന് ഉള്ളൊക്കെ നന്നായി വെന്ത നമ്മുടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കൊപ്ര. അതങ്ങോട്ട് നല്ല ചൂടാട്ടോ. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു 15-20 ഉള്ളി, ചെറിയ ഉള്ളി കനലിലോട്ട് ഇടുക. അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഇടുക, അങ്ങനെ തന്നെ ഇടാം. അത് നമുക്ക് വേഗം തൊലി കളയാനും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അതാകുമ്പോൾ ഒന്നും കൂടി ഉള്ളിലോട്ട് അങ്ങോട്ട് ഇതാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് പറഞ്ഞാൽ ഒരുപാട് വേഗമൊന്നും വേണ്ട, ഒന്ന് നമുക്ക് എന്താ പറയുക, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇതായിട്ടും ഒന്ന് ചുട്ടെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കപ്പലമുളക് അല്ലെങ്കിൽ വറ്റൽ മുളകൊക്കെ ഉണ്ടെങ്കിൽ ഇതോടൊപ്പം ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കൊപ്ര ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിയും കൂടി ആവണം. അതൊക്കെ ഒരു ഇത്തിരി നേരം മതിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് അതങ്ങോട്ട് ശരിയാകും. സൂപ്പർ സാധനം. കാരണം പിന്നെ കൊപ്ര പറഞ്ഞാൽ കുറച്ച് കരിയും സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ പിടിക്കും. കാരണം അതിൽ എണ്ണ ഉണ്ടാവും. ഒന്നാമത് കൊപ്ര അത് തീയിലിടുമ്പോൾ ഒന്നും കൂടി ഇതാകുമ്പോൾ അപ്പം ഒന്ന് കഴുകിയിട്ടൊക്കെ എടുക്കുക കേട്ടോ. ഞാനപ്പോൾ എന്തായാലും ഞാൻ കഴുകിയിട്ടാണ് ഞാൻ ഉപയോഗിക്കണം. കാരണം നമ്മുടെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മൾ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ കയ്യിലൊക്കെ കരി. അപ്പോൾ ഞാൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മി, നമ്മുടെ ഇവിടെ വന്നപ്പോൾ സത്യത്തിൽ അമ്മിയുണ്ട് കേട്ടോ, അമ്മിക്കല്ല്. അപ്പോൾ ചമ്മന്തി അരയ്ക്കാനൊരു കൊതി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, കല്ല് കണ്ടപ്പോൾ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ തവണയായിട്ടാണ് അത് ഇവിടെ അരയ്ക്കണത്. അപ്പോൾ സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്കും കൂടി ഞാൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ വീഡിയോ എടുത്തത്. അപ്പോൾ എന്താണ്, നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മുടെ തേങ്ങയില്ലേ, തേങ്ങ ഉള്ളിയൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കുക. ആദ്യം അമ്മി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് വൃത്തിയാക്കുക. പിന്നെ ഒന്നാമത് ഇത് നന്നായിട്ട് കഷ്ടപ്പെടണം എന്ന് തന്നെ പറയാം. കാരണം ഇടിക്കണം, ആദ്യം കുത്തിയിട്ടും ഇടിച്ചിട്ടും എന്താ പറയുക, സർവ്വശക്തി എടുത്തിട്ട് ഇടിച്ച് പിന്നെ കുറേ നേരം ഇട്ട് അരയ്ക്കണം. ഈ സംഭവം വേഗം ഒന്നും അരഞ്ഞ് കിട്ടില്ല കേട്ടോ, പച്ചത്തേങ്ങ പോലെയല്ല. കാരണം ഇത് കൊപ്രയാണ്. പിന്നെ അത് എണ്ണയിൽ കനലിലും കൂടി ഇട്ടില്ലേ, നല്ല ഹാർഡാണ്. അപ്പോൾ ഇത്തിരി നല്ല ക്ഷമയോടുകൂടി അരച്ചെടുത്ത അടിപൊളി ചമ്മന്തി ആയിരിക്കും കേട്ടോ. എൻ്റെ കുട്ടികളെ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടല്ലോ, അത്ര ടേസ്റ്റാണ്. ഞാൻ എന്താ ഇങ്ങനെ പറയണെന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ടേസ്റ്റാണ്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഞാനാണെങ്കിൽ ആ തേങ്ങ ചുട്ടപ്പോൾ തൊട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുത്തിയപ്പോൾ തൊട്ട് ഇങ്ങനെ എടുത്തെടുത്ത് തിന്നാൻ തുടങ്ങിയതാണ്. ഉണ്ണിയർക്ക് കൊടുത്തതാ, കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവർ അമ്മ പിന്നെയും പറഞ്ഞിട്ട് പിന്നെയും വരിക. എന്താണ്, തേങ്ങ ചുട്ടിട്ട് ഒരു പ്രത്യേക നല്ല ടേസ്റ്റല്ലേ, അത് കാരണം കേട്ടോ. മണവും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് എന്താ പറയുക, ഇനി ഞാനിതിനെ പറ്റി വർണ്ണിക്കണില്ല, അത്രയേ ഉള്ളൂ. അപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അപാര ടേസ്റ്റാണ്. ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഞാൻ ഒരു വിധമൊക്കെ അരച്ച് ചതച്ച് എങ്ങനെയാണ് പറഞ്ഞാൽ പറയുക, അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുളക് പൊടി ഇടുന്നു കേട്ടോ, ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ഇടുക. എന്നിട്ട് നന്നായിട്ട് എനിക്ക് ഇങ്ങനെ അരച്ച് വരുമ്പോൾ സംഭവം കൂടുതലായിപ്പോയി തേങ്ങ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മളെ ചെറുള്ളി എല്ലാം ചതച്ചെടുത്തിട്ട് അതിന് 3 ഭാഗമാക്കാറുണ്ട്. 3 2 എന്താ പറഞ്ഞാൽ കുറച്ച് നമുക്ക് അരയ്ക്കാൻ പാകത്തിന്. ഇത് നമ്മൾ ഒതുങ്ങണില്ല ഈ ഉള്ളി ഈ തേങ്ങയൊക്കെ കൂടിയിട്ട്. അപ്പോൾ അത് കാരണം എല്ലാം കൂടിയിട്ട് ഒന്ന് പുളിയും ഉപ്പും
എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് 3 പാകമായിട്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക. കാരണം ഇതിലൊരു തുള്ളി വെള്ളം ഒഴിക്കണില്ല, അതാണ് മെയിൻ സംഭവം. അത് കാരണം എന്താ പറയുക, നമ്മൾ ഉണ്ട പോലെ ആക്കിയിട്ട് നമ്മൾ വെള്ളത്തിട്ട ഈ സാധനം അലിയില്ല, വെള്ളത്തിൽ അലിയില്ല. എനിക്ക് തോന്നുന്നു പണ്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും. കാരണം ദൈവമേ, നമ്മുടെ കാവുന്നവർ അല്ലെങ്കിൽ നമ്മുടെ അമ്മ എല്ലാവരും അടുക്കളയിൽ കിടന്ന് എന്താ പറയുക, ചമ്മന്തി അല്ലെങ്കിൽ അമ്മിയിൽ ആട്ടുകല്ലിലായിരിക്കുമ്പോൾ അന്ന് കാലത്ത് അവരുടെ കഷ്ടപ്പാട് എന്തോരമാണല്ലേ. ഇന്നത്തെ കാലത്ത് മിക്സി ഗ്രൈൻഡർ എല്ലാതും ഉണ്ട്. പക്ഷെ നമ്മൾ അമ്മിയിലൊക്കെ അരച്ച് കഴിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ അത്രയും സമയം അല്ലെങ്കിൽ എന്തോരം കഷ്ടപ്പെട്ടിട്ടാലേ നമ്മൾ കുറച്ച് നേരം, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ആട്ടുകല്ലിൽ ഉണ്ടാവാം കേട്ടോ. പക്ഷെ അതിൻ്റെ സമയം അതൊക്കെ ഒന്ന് നോക്കുമ്പോൾ എന്തോരം നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ തലമുറയിൽ സത്യം പറയണേ ഭാഗ്യം ചെയ്തവരാണ് കേട്ടോ. ഇത്രയും എന്താ പറയുക, അതിനനുസരിച്ചിട്ട് തന്നെ രോഗങ്ങളും വയ്യായും നമുക്ക് എന്താ പറയുക പണ്ടുള്ളവരുടെ പോലെ ആരോഗ്യം പോലും ഇല്ല സത്യത്തിൽ. അപ്പോൾ ഞാൻ എന്തായാലും പാർട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇനി ഇത് ഒന്നും കൂടി അരയ്ക്കണം കേട്ടോ ഞാൻ. അപ്പോൾ കല്ലിൽ ഒതുങ്ങാത്ത കാരണം ഇത് ഇത്തിരി കുറച്ചെടുത്തിട്ട് ആദ്യം അതിനെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് എന്നിട്ട് ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കുക. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാത്തിലും എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് ഞാൻ. ഉപ്പും മുളകും എന്താ പറയുക പുളിയും എല്ലാം ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ടേസ്റ്റാണ് പറഞ്ഞ് കൊതിപ്പിക്കുകയല്ലേ നിങ്ങളെല്ലാവരുടെയും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. എന്തായാലും ഒരു തേങ്ങ എന്തായാലും ഉണ്ടാവുമല്ലോ. എന്താണ് കൊട്ട തേങ്ങയായിട്ട് കിടക്കുന്നുണ്ടാവുമല്ലോ. എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഇരിക്കണം സംഭവം. അപ്പോൾ നമ്മൾ അരയ്ക്കാത്ത തേങ്ങ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഇത് കണ്ടോ മാറ്റി വെച്ചത്, അതങ്ങോട്ട് ഉണ്ട പിടിക്കുമ്പോൾ ആവണില്ല. അപ്പോൾ ഇതുപോലെ അതും അരയ്ക്കണം. അപ്പോൾ അങ്ങനത്തെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അരച്ച് അങ്ങനെ സെറ്റാക്കി ഞാൻ വയ്ക്കട്ടെ. അപ്പോഴേക്ക് നമ്മുടെ ഏട്ടൻ കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ നമ്മുടെ ചമ്മന്തി തന്നെ കേട്ടോ. അപ്പോൾ ഒരു മുട്ട പൊരിച്ചതുണ്ട്, നമ്മുടെ റൂബിക്ക ആലോലിക്ക പറയില്ലേ, അത് ഉപ്പിലിട്ടതുണ്ട്, കാന്താരി മുളക് വെള്ളക്കാന്താരി ഉപ്പിലിട്ടതുണ്ട്, നമ്മുടെ ചമ്മന്തിയുണ്ട്, അവിയലുണ്ട്, സാമ്പാറുണ്ട്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ അവിടെ ഇരുന്നിട്ട് കറബറ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു 12:30 ആകുമ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കും. കാരണം 1 മണിയാകുമ്പോഴേക്ക് ഏട്ടൻ കഴിക്കാൻ വരും. 1 മണി 1:05 എന്നൊക്കെ പറയുമ്പോഴേക്ക് ഏട്ടൻ കഴിക്കാൻ വരും. അപ്പോൾ ഏട്ടയ്ക്ക് കൊടുക്കണതിൻ്റെ മുന്നേ മക്കൾക്ക് 2 പേർക്കും കൊടുക്കും. 12:30 കൊടുത്താൽ 12:45 അല്ലെങ്കിൽ 1 മണി ആകുമ്പോഴേക്കേ കഴിയുള്ളൂ. അപ്പോൾ വാരി കൊടുക്കുമ്പോൾ ഉണ്ണീര് കഴിച്ചോളും. അപ്പോൾ ഏട്ടൻ വന്നാൽ ഏട്ടൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കാമല്ലോ. എനിക്ക് പിന്നെ ഏട്ടൻ പോയ പിന്നെ കഴിക്കാൻ തോന്നില്ല. ചിലപ്പോൾ കഴിക്കുമെന്ന് പറയും. ഞാൻ പിന്നെ കഴിക്കാം എന്ന് പറയും. അപ്പോൾ ഏട്ടനുണ്ടാകുമ്പോൾ ഒരു കമ്പനിക്ക് ഞാൻ കഴിക്കും. അപ്പം അത് കാരണം ഒരുമിച്ചിരുന്ന് കഴിക്കാറുണ്ട്. മക്കൾക്ക് വേഗം കൊടുക്കും കേട്ടോ. എല്ലാവരും അങ്ങനെയാണല്ലേ. അപ്പം നമ്മുടെ അക്കുടുവാണ് ക്യാമറ എന്താ പറയുക, അക്കുടു നമ്മുടെ ക്യാമറ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു വിശേഷവും നമ്മുടെ ചമ്മന്തി വിശേഷം, കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇന്നത്തെ ഒരു ദിവസമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താ പറയുക, ഇനിയും എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഞങ്ങളുടെ കൂടെ വേണം, അനുഗ്രഹം വേണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, അരി വെള്ളത്തിലാവണട്ടെ, എല്ലാവർക്കും അറിയാമല്ലേ. എന്നാലും നമ്മുടെ ഒരു ദിവസം അല്ലെങ്കിൽ എന്താ പറയുക വേണമല്ലോ. അപ്പം ഞാനൊരു ഇതാണ് അളവ് ഗ്ലാസ്സായിട്ട് എടുക്കണത് കേട്ടോ. അതിൽ 3/4 ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റേഷൻ കടയിൽ നമ്മുടെ റേഷൻ അരി തന്നെ ഒരു കറുത്ത അതും ഇതൊക്കെ ഉള്ള നമ്മുടെ റേഷൻ അരി തന്നെ, അതും കൊണ്ട് നമുക്ക് ഇഡ്ഡലി നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും ദോശയും എല്ലാം ഉണ്ടാക്കാം. നല്ല എന്താ പറയുക സോഫ്റ്റ് ഇഡ്ഡലിയൊക്കെ ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അത് കുതിരാൻ എന്താ പറയുക ഒരു 5-6 തവണ നന്നായി കഴുകിയ ശേഷം, ഉഴുന്നത്ര തവണ കഴുകണ്ട കേട്ടോ, ഒരു 2-3 തവണ ഉഴുന്ന് കഴുകിയാൽ മതി. അതിൻ്റെ ഇതൊക്കെ പോകണ്ട, പത പോലെയൊക്കെ പോയാൽ അതിൻ്റെ ഇത് പോകും. ഇപ്പോൾ കൂടുതൽ വെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ അരി ഒരു
6-7 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നന്നായി കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഉഴുന്ന് കുറച്ചുവിടും, അരി കൂടുതലിടും, അതാണ് സംഭവം. എന്നിട്ട് അത് ഉഴുന്നിൽ കുതിർത്താനിട്ട് ആ വെള്ളം ഇട്ടിട്ട് അരി അരയ്ക്കും. പിന്നെ ലാസ്റ്റ് കുറച്ച് ചോറും കൂടി ഇട്ട് അരച്ചിടും കേട്ടോ. അതാണ് സംഭവം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരയ്ക്കുക, നല്ല മയത്തിൽ അരയ്ക്കുക കേട്ടോ. തട്ടും തരികളും കരിയായിട്ടൊന്നും വേണ്ട, നന്നായിട്ട് ഒരുവിധം അരയ്ക്കുക. എന്നിട്ട് ഒരു ഉലുവി ഇടും കേട്ടോ. ഒരു സ്പൂണ് ഉലുവി ഇടും. അപ്പോൾ നല്ല ദോശയ്ക്കൊക്കെ നല്ല മണമായിരിക്കും കേട്ടോ. ഇഡ്ഡലിക്കാണെങ്കിലും നല്ല മണം, നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അരയ്ക്കാറ് കേട്ടോ. അപ്പോൾ അതൊരു വലിയ പാത്രത്തേക്ക് ഒഴിച്ചു. അപ്പോൾ ഇങ്ങനെ എല്ലാതും ഒഴിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ചോറും കൂടി അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും അരിയും ഉഴുന്നെല്ലാം അരച്ചിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. പാകത്തിന് ഉപ്പും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് പതച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നാലേ നല്ലോണം സാധനം പൊന്തി വരുള്ളൂ കേട്ടോ. നമ്മുടെ ഈ മാവ് നന്നായി പൊന്തി വന്നാലേ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആകുള്ളൂ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.